ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ലോക്ക്ഡൗൺ ഡേയ്സ് ഒക്കെ എങ്ങനെ പോണു? എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ കുക്കിംഗ് കഴിവുകളൊക്കെ പുറത്തോട്ടെടുക്കുന്ന പലരും പുറത്തോട്ടെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ബോറടിച്ച് വീട്ടിലിരിക്കുന്ന സമയമാണല്ലേ. അപ്പം പലരും പല വെറൈറ്റി ഹോബീസ് അല്ലെങ്കിൽ നമ്മൾ പണ്ട് മറന്ന കളികളും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് പൊങ്ങി വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചാലഞ്ച് വീഡിയോ ആണ്. അപ്പം റോസ് മലയാളം ചാനൽ എന്ന് പറഞ്ഞ ചാനൽ നമ്മളെ ഡൽഗോണ കോഫി ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ കറണ്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി അല്ലെങ്കിൽ കോഫിയാണ് ഡൽഗോണ കോഫി. അത് ഉണ്ടാക്കാനായിട്ട് നമ്മളെ റോസ് മലയാളം ചാനൽ ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് സക്സസ് ആവോ, അത് ഫെയിലിയർ ആവോ ഒന്നും അറിയത്തില്ല. കാരണം അത് ഒത്തിരി ടൈം എടുക്കും അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. റോസ് മലയാളം ചാനൽ ആർക്കെങ്കിലും അറിഞ്ഞുകൂടാതെ ഉണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ചാനൽ. താഴെ ലിങ്ക് കൊടുക്കാം. ഡെയിലി വീഡിയോസ് ഇടുന്ന ഒരു ചാനലാണ്. ബ്യൂട്ടി DIYs റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന ഒരു ചാനലാണ്. നല്ലൊരു ചാനലാണ്. പ്ലീസ് ഗോ ആൻഡ് ചെക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലായിട്ട് നമുക്ക് പോവാം. സോ വിത്തൗട്ട് എനി ഫർദർ ado, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ഡൽഗോണ കോഫി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി വേണം. കോഫി ഗ്രാന്യൂൾസ് അല്ല, നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ വേണം. നല്ല പൗഡേർഡ് ഫോമിലുള്ള ഇൻസ്റ്റൻറ്റ് കോഫി വേണം. പിന്നെ വേണ്ടത് പഞ്ചസാര, പിന്നെ ചെറിയ ചൂടുവെള്ളം വേണം. അപ്പോൾ നമ്മളിതെല്ലാം 1:1 റേഷ്യോയിലാണ് ഇടാൻ പോകുന്നത്. അതായത് ഒരു സ്പൂൺ കോഫി പൗഡർ എടുക്കുകയാണെങ്കിൽ 1 സ്പൂൺ വെള്ളം, 1 സ്പൂൺ പഞ്ചസാര, അങ്ങനെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ദേ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിന് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യാനുള്ള സാധനം താഴെ നമ്മളോട് ചോദിച്ചപ്പോൾ കിട്ടി. ഇനി നമുക്ക് സ്പൂൺ വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ടെറസിൻ്റെ വണ്ടിയിൽ ഇരിക്കുകയാണ്. അതാണ് അപ്പുറത്തെ വീട്ടിലെ അങ്കിളും ആൻറ്റിക്കും കൂടെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തോ ചെയ്യാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡൽഗോണ കോഫി എന്ന് പറയുന്നത് ഇപ്പോൾ വന്നൊരു ഈ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ ക്വാറന്റൈൻ സമയത്ത് വന്നൊരു റെസിപ്പിയാണ്. അതിൻ്റെ ബർത്ത് പ്ലേസ് ഞാൻ നേരത്തെ പറഞ്ഞതെന്നറിയില്ല. സൗത്ത് കൊറിയ ആണ് ഇതിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത്. അവിടെ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ഓർഡേഴ്സ് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ അവർ ആ ഒരു സമയത്ത് ട്രെൻഡിങ് ആയ ഒരു റെസിപ്പിയാണ് ഡൽഗോണ കോഫി. ശരിക്കും ഡൽഗോണ കോഫി എന്നല്ല, എൻ്റെ പേര് അങ്ങനെയൊന്നും അല്ല. ക്വാറന്റൈൻ കോഫി എന്നൊക്കെയായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു സൗത്ത് കൊറിയൻ ആക്ടറാണ് ശരിക്കും ഇതിനിങ്ങനെ ഒരു പേരിട്ടത്. ഇത് ശരിക്കും ആ ആക്ടർ അങ്ങനെ പേരിടാൻ കാരണം അവിടെ ഡൽഗോണ എന്ന് പറയുന്ന ഒരു കോഫിയാണ്, ഹണി കോം ടോഫി. അതിൻ്റെ പേരാണ് ഡൽഗോണ. ആ ഒരു ടോഫിയുടെ പേരാണ് ഡൽഗോണ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റുമായിട്ട് ഒരു സാമ്യം ഉള്ളതുകൊണ്ട് ഡൽഗോണ എന്ന് ഇതിനെ വിളിച്ചതാണ്. അങ്ങനെയാണ് ഇത് ഡൽഗോണ കോഫി എന്നൊക്കെ വന്നത്. അപ്പം ഞാൻ ഒരു എന്താ പറയുക, ഈ റെസിപ്പി എങ്ങനെയാണ്, ഇതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വിക്കിപീഡിയയിൽ കണ്ട ഇൻഫോർമേഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പണ്ടേ ഉള്ളൊരു കോഫിയാണ്, ഇപ്പോൾ ട്രെൻഡിങ് ആയതായിരിക്കും എന്ന് വിചാരിച്ചത്. ശരിക്കും അങ്ങനെയല്ല, പണ്ടേ ഉള്ളൊരു കോഫിയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി നേരം എടുക്കുമെന്ന് കേട്ടോ. അതായത് ശരിക്കും ഇത് വരുന്നുണ്ട്. കുറച്ചും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരമായിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതേ നമ്മൾ കോഫി മിക്സ് ചെയ്ത് ഏകദേശം ഈ ഒരു പരുവത്തിലായി. കുറേ സമയമൊന്നും എടുത്തില്ല കേട്ടോ, വളരെ കുറച്ച് സമയം എടുത്തോളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കോഫി പൗഡർ എടുക്കുമ്പോൾ അത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. മറ്റേ ഗ്രാന്യൂൾഡ് കോഫി പൗഡർ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ നിങ്ങൾ എടുക്കാം, എങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കി പരിപാടീസ്
പാല് തണുപ്പിച്ച പാല് ഐസ് ക്യൂബ്സ് ഒക്കെ എടുത്ത് ബാക്കി പരിപാടിയൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്കത് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കോഫി മിക്സ്ചർ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ തണുത്ത പാലുണ്ടാക്കി ചൂടാക്കി തണുപ്പിച്ചെടുത്തു. ഐസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് അതിന് കുറച്ച് ഐസ് എടുത്തിട്ട് ഈ ഗ്ലാസ്സിലാക്കാൻ പോവാം. ഇത്ര ഐസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പാൽ ഒഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇത്രയും പാലെടുത്തു. ഇനി നമ്മൾ ഈ മിക്സർ ഇതിൻ്റെ അകത്തോട്ട് മുകളിലോട്ട് വെക്കാൻ പോവാണ്. എനിക്ക് അറിഞ്ഞൂടെ ഇത് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് പോകും മുകളിലോട്ട് പോകുമെന്നൊന്നും അറിയാൻ വയ്യ. ഇത് വെച്ച് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ഡൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ സ്വന്തം അമ്മയെ വിളിക്കുകയാണ്. ഇതാണ് എൻ്റെ അമ്മ, എൻ്റെ സ്വന്തം അമ്മ. ഞാനിപ്പോ എൻ്റെ വീട്ടിലാണുള്ളത്. പേര് പറയാമ്മ? എൻ്റെ പേര് ശ്രീദേവി. ഈ അമ്മ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് തന്നെ പറയും, കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയും. നമുക്ക് ചോദിച്ചു നോക്കാം. കുടിച്ചോ? കലക്കി തരത്താ. ഞാൻ പറഞ്ഞില്ലേ എന്റെ മീത് ഭയങ്കര കയ്പാണെന്ന്. മിക്സ് ചെയ്തപ്പോ കുഴപ്പമുണ്ടോ? കയ്പും ഒരു ചവർപ്പും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഉള്ള ടേസ്റ്റ് കിട്ടും. അല്ലാതെ ആ ക്രീം മാത്രം ആദ്യം കഴിച്ചാൽ നല്ല കയ്പാണ്. ഞാൻ അല്ലാതെ ക്രീമും ജസ്റ്റും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പാല് കുടിക്കാത്തതുകൊണ്ടാണ് ബാക്കി കുടിക്കാത്തത്. ശരിക്കുള്ള അഭിപ്രായം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഈ ഡൽഗോണ കോഫി വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഈ വീഡിയോ ടാഗ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഈ ചാലഞ്ച് ടാഗ് ചെയ്യാനുള്ളത് ഡു വിത്ത് ദേവ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലിനും പിന്നെ സൺഡേ ട്രാവൽ വ്ലോഗ്സ് ബൈ ആനന്ദ് നായർ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. രണ്ടുപേരുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കും. രണ്ടുപേർക്കുമാണ് ഈ ചാലഞ്ച് ഞാൻ ടാഗ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ബൈ.